നമസ്കാരം. സംസ്ഥാനം ഇന്ന് പോളിംഗ് ബൂത്തിലേക്കാണ്. ഇന്ന് കേരളത്തിലെ 2.71 കോടി ജനങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ തങ്ങളെ ആര് ഭരിക്കണമെന്ന് തീരുമാനമെടുക്കുകയാണ്. എന്തായാലും വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ഇടുന്നു. പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ അഭ്യർത്ഥിച്ച് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിട്ട പോസ്റ്റിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. പിണറായി സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ UDF-ഉം NDA-യും ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ തുടർച്ചയായി 10 വർഷം ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാളൊക്കെ ഉപരിയായി ഏറ്റവും അധികം വലിയ ഇലക്ഷൻ ക്യാമ്പയിനായി മാറിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സ്വകാര്യ ഫേസ്ബുക്ക് അക്കൗണ്ടിലിട്ടിരുന്ന വീഡിയോകളാണ്. ഇടതുപക്ഷം ഉന്നയിക്കുന്ന കോൺഗ്രസ് വിരുദ്ധ പ്രതികരണങ്ങളെല്ലാം തന്നെ ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് രാഹുൽ വീഡിയോ തയ്യാറാക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ ഒരു വീഡിയോ, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വിശദമായി തയ്യാറാക്കിയൊരു വീഡിയോ സൈബർ സെല്ല് പരാതി നൽകി പിൻവലിപ്പിച്ചിരുന്നു. അത്രയും അധികം ഇമ്പാക്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോകൾ ഉണ്ടാക്കിയിരുന്നത്. എന്തായാലും ഇത് ഏറ്റവും ഒടുക്കം ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാർ ഭരണത്തിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത്. സോഷ്യൽ മീഡിയയിൽ പുതിയ വീഡിയോയാണ് രാഹുൽ തയ്യാറാക്കിയത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇത് വൈറലായി. പിണറായി സർക്കാരിന്റെ കാലത്തെ തൊഴിലില്ലായ്മയും പിൻവാതിൽ നിയമനങ്ങളുമാണ് രാഹുൽ ചൂണ്ടിക്കാട്ടിയത്. PSC പരീക്ഷ പാസ്സായിട്ടും ജോലി ലഭിക്കാതെ ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങി സമരം ചെയ്തതും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലെഴിഞ്ഞതും കേരളം മറന്നിട്ടില്ലെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. അർഹരായവരെ പുറത്തു നിർത്തി പാർട്ടി ബന്ധുക്കളെയും SFI നേതാക്കളെയും പിൻവാതിലൂടെ നിയമിച്ച സർക്കാരിന്റെ നയങ്ങൾ യുവജനതയ്ക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. സാധാരണക്കാരന്റെ നട്ടലൊടിക്കുന്ന വിലക്കയറ്റമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഇന്ധന കൊള്ളയ്ക്ക് പുറമെ സംസ്ഥാനം ഏർപ്പെടുത്തിയ അധിക സെസ്സും നികുതി വർധനവും ജനജീവിതം ദുസ്സഹമാക്കി. ക്ഷേമ പെൻഷനുകളും KSRTC ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിക്കിടക്കുമ്പോഴും സർക്കാരിന്റെ ധൂർത്തിന് കുറവില്ലെന്ന ആക്ഷേപവും രാഹുൽ ഉന്നയിക്കുന്നുണ്ട്. ക്യാമ്പസുകളിലെ ഇടിമുറികളും സിദ്ധാർത്ഥിനെ പോലുള്ള വിദ്യാർത്ഥികളുടെ ദാരുണമായ അന്ത്യവും ക്രമസമാധാന തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ADM നവീൻ ബാബുവിന്റെ മരണം മുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വരെ നീളുന്ന സംഭവങ്ങളിൽ ഭരണകൂടത്തിന്റെ പങ്കും ഓർക്കണമെന്നും അദ്ദേഹം പറയുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അതിക്രമങ്ങളും കസ്റ്റഡി മരണങ്ങളും നടന്നുവെന്നാണ് രാഹുലിന്റെ ആരോപണം. K-Phone, AI ക്യാമറ, ലൈഫ് മിഷൻ തുടങ്ങിയ പദ്ധതികളുടെ പിന്നിൽ നടന്ന വൻ അഴിമതികൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകണം. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ തുടങ്ങിയ വൻകിട പദ്ധതികൾ UDF കാലത്ത് വിഭാവനം ചെയ്തതാണെന്നും ഈ സർക്കാർ സ്വന്തമായ ഒരു വികസനവും കൊണ്ടുവന്നില്ലെന്നും രാഹുൽ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരള ചരിത്രത്തിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധനായ, ഏറ്റവും ക്രൂരനായ, ഏറ്റവും അധികം കള്ളങ്ങൾ പറയുന്ന, ഏറ്റവും അധികം കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും രാഹുൽ ആരോപിക്കുന്നു. ഈ പിണറായി വിജയനെ താഴെ ഇറക്കുവാൻ കിട്ടുന്ന സുവർണ അവസരമാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. വോട്ട് ഓർമ്മയാണ്, ഓർമ്മപ്പെടുത്തലാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാർ നമ്മളെ എങ്ങനെയെല്ലാം ദ്രോഹിച്ചു എന്ന് ഓർത്തുകൊണ്ടായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ വോട്ട് വളരെ ബോധപൂർവം ആലോചിച്ചുറപ്പിച്ച് വിവേകത്തോടു കൂടി തന്നെ ചെയ്യാം. ആ ചെയ്യുന്ന വോട്ട് UDF-നൊപ്പമാകട്ടെ. UDF നയിക്കും, കേരളം ജയിക്കും എന്നുള്ളതാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. എന്തായാലും രാഹുലിൻ്റെ വീഡിയോ ഇതിനോടകം സാമൂഹിക മാധ്യമങ്ങളിൽ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്.